നമസ്കാരം. മമതാ ബാനർജിയുടെ കഷ്ടകാലം അവസാനിക്കുന്നില്ല. 2021 TMC വിജയിച്ചപ്പോൾ TMCയിലെ നേതാക്കന്മാർ BJPയുടെ നേതാക്കന്മാരുടെ വീടുകളിലേക്ക് കുറച്ച് വെള്ളസാരി അയച്ചു കൊടുത്തു. ഒരു ഭീഷണിയായിട്ടാണ് ആ വെള്ളസാരി അയച്ചു കൊടുത്തതെങ്കിൽ ഇപ്പോൾ ഇതാ മമതാ ബാനർജി സാരി കൊണ്ട് മൂടിയിരിക്കുകയാണ് BJPയുടെ പ്രവർത്തകർ. കാരണം മമതാ ബാനർജിയുടെ TMC ഇനി ഒരു കാരണവശാലും ബംഗാളിൽ ഉണ്ടാകില്ല എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ സാരികൾ അയച്ചു കൊടുത്തത്. നേരത്തെ മമതാ ബാനർജി സാരി അയച്ചു കൊടുത്തത് എന്തിനാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ BJPയുടെ പ്രവർത്തകരോട് പറയുകയാണ്, BJPയുടെ നേതാക്കളോട് പറയുകയാണ്, നിങ്ങളുടെ ഭാര്യമാർ വിധവകളായി മാറും, നിങ്ങളെ ഞങ്ങൾ തട്ടിക്കളയും എന്ന രീതിയിലാണ് അന്ന് സാരികൾ അയച്ചു കൊടുത്തത്. എന്തായാലും അതിന് പലിശയുടെ പലിശയും ചേർത്ത് ഇപ്പോൾ തന്നെ തിരിച്ചു കിട്ടിയിരിക്കുകയാണ്. എന്തായാലും മമതാ ബാനർജിയുടെ ഗുണ്ടാരാജ് അവിടെ അവസാനിച്ചു കഴിഞ്ഞു. ഇനി ഒരു രീതിയിലുള്ള മമതാ ബാനർജിയുടെ ഗുണ്ടാ പ്രവർത്തനങ്ങളും പശ്ചിമ ബംഗാളിൽ നടക്കില്ല എന്ന് തന്നെയാണ് സുവേന്ദു അധികാരി പറയുന്നത്. അവിടുത്തെ സാമ്പത്തിക സംവിധാനങ്ങളിൽ, അവരുടെ വികസന പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ വളരെ വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് പശ്ചിമ ബംഗാളിൽ സംഭവിച്ചിരിക്കുന്നത്. അതിൻ്റെ അലയൊലി എന്നോണം, അല്ലെങ്കിൽ അതിൻ്റെ അനുരണനങ്ങൾ എന്നോണമാണ് ഇവിടെ കേരളത്തിലേക്ക് ബംഗാളികൾ എത്തുന്നത് പോലുമില്ല. കാരണം തങ്ങൾക്ക് ഇനി ബംഗാളിൽ ഒരു സർക്കാരുണ്ട്, അവർ ഞങ്ങൾക്ക് വികസന പ്രവർത്തനങ്ങൾ നേടിത്തരും, തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചു തരും എന്ന ഒരു ഉറപ്പ് അവർക്കുള്ളത് കൊണ്ടാണ്. പിന്നെ കുറച്ച് പേരുള്ളത് അവർ നേരെ ബംഗ്ലാദേശിലേക്ക് നാട് കടക്കുകയും ചെയ്തു. അവരിലെ ചില ആൾക്കാരാണ് ഇവിടെ വന്ന് ചില ഐഡൻറ്റിറ്റി കാർഡൊക്കെ കിട്ടി ഇവിടെ തന്നെ 10-15 വർഷമായിട്ട് താമസിക്കുകയും ഇവിടെ വീണ്ടും കണ്ടിന്യൂ ചെയ്ത് പോകാമെന്നും വിശ്വസിച്ചിരുന്നത്. പക്ഷേ അവരെയും ആർമി ഇൻ്റലിജൻസും ATSും വന്ന് നിരന്തരം തൂക്കിയെടുത്തുകൊണ്ട് പോവുകയാണ്. അവർക്ക് വേണ്ടി കേരളത്തിൽ കരുനാഗപ്പള്ളി ഉൾപ്പെടെയുള്ള വിവിധ ഇടങ്ങളിൽ ഇത്തരത്തിൽ ഐഡൻറ്റിറ്റി കാർഡുകൾ ശരിയാക്കുന്ന റാക്കറ്റുകളാണ് പ്രവർത്തിച്ചിരുന്നത്. അവരെയൊക്കെ പൊക്കിയെടുത്ത് നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്നിട്ടുണ്ട്. എന്തായാലും ഈ ഭീകരവാദികളെ നിയമത്തിന് മുന്നിൽ നിരന്തരം എന്നോണം എത്തിച്ചിരിക്കുകയാണ്. അത് ഭാരതത്തിൻ്റെ ഏത് ഭാഗത്തായാലും ഈ ബംഗ്ലാദേശികൾ ഭാരതത്തിനുള്ളിൽ ഉണ്ട് എങ്കിൽ തീർച്ചയായും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും, അല്ലെങ്കിൽ അവരെ തിരിച്ച് ബംഗ്ലാദേശിലേക്ക് തന്നെ അയക്കും. കഴിഞ്ഞ 10-15 വർഷക്കാലവും അവരിവിടെ ജീവിച്ചുകൊണ്ട് നടത്തിയിരുന്നത് ഈ മണ്ണിനെ ഒറ്റുകൊടുക്കുന്ന പല നീക്കങ്ങളുമായിരുന്നു. അത് പലതും പാകിസ്ഥാനിലേക്ക് തന്നെ ഉള്ള നീക്കങ്ങളായിരുന്നു. പാകിസ്ഥാനിലുള്ള ചില ഭീകരവാദികൾക്ക് ഇവിടുത്തെ ദൃശ്യങ്ങളടക്കമായിരുന്നു അവർ അയച്ചു കൊടുത്തുകൊണ്ടിരുന്നത്. അതിൻ്റെ തെളിവുകൾ ഉൾപ്പെടെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും മമതാ ബാനർജിക്ക് നല്ല 8ൻ്റെ പണി തന്നെയാണ് കിട്ടിയത്. മമതാ ബാനർജി ഈ ആൾക്കാരെ, അതായത് ബംഗ്ലാദേശികളെ ഭാരതത്തിലേക്ക് കടത്തിവിടാൻ വേണ്ടിയിട്ട് 600 കിലോമീറ്റർ ദൈർഘ്യത്തോളമുള്ള പ്രദേശങ്ങൾ ഫെൻസിങ്, കമ്പിവേലികൾ കെട്ടാതെ തന്നെ അവിടെ കാത്തു സംരക്ഷിച്ച് വച്ചേക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ സുവേന്ദു അധികാരി വന്ന ഉടനെ തന്നെ ഈ പ്രദേശം BSFന് വിട്ടുകൊടുക്കുകയും അവിടെ കമ്പിവേലികൾ പണിയുകയും അതോടൊപ്പം തന്നെ ചിക്കൻ നെക്ക് കോറിഡോറിൽ അടക്കം വളരെ കൃത്യമായ സുരക്ഷാ സംവിധാനങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇനി ചിക്കൻ നെക്ക് കോറിഡോറിൽ കേന്ദ്രമന്ത്രിയായിട്ടുള്ള അശ്വിനി വൈഷ്ണവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, അതായത് പ്രഖ്യാപിച്ചിട്ടുണ്ട്, അവിടേക്ക് ഒരു ബുള്ളറ്റ് ട്രെയിൻ അവിടേക്ക്, അതായത് സിലിഗുരി കോറിഡോറിലേക്ക് നീട്ടിയിട്ടുണ്ട് എന്നതാണ്. അപ്പോൾ ആ രീതിയിൽ വികസന പ്രവർത്തനങ്ങൾ നടത്തി പശ്ചിമ ബംഗാളിൻ്റെ മറ്റൊരു തലത്തിലേക്കാണ് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അവിടെ എല്ലാ തരത്തിലുള്ള, നേരത്തെ പശ്ചിമ ബംഗാളിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് അവിടുത്തെ PDS സംവിധാനം വഴി, അവിടുത്തെ റേഷൻ കട വഴി ജനങ്ങൾക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള ഒരു സഹായവും ലഭിക്കാത്ത ഒരു അവസ്ഥയുണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവിടുത്തെ ഭൂമി ഇല്ലാത്ത മനുഷ്യർക്ക് ഭൂമി കിട്ടുന്ന തരത്തിലുള്ള സംവിധാനങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്ത ഒരു അത്യധികം കണ്ണീർ കുടിച്ച് ജീവിക്കേണ്ട ഒരവസ്ഥയിലായിരുന്നു പശ്ചിമ ബംഗാളികൾ താമസിച്ചിരുന്നത്. അതോടൊപ്പം തന്നെ അവിടുത്തെ ബംഗാളികളായിട്ടുള്ള ഹിന്ദുക്കൾക്ക് നേരിടേണ്ടി വന്നത് കടുത്ത അതിക്രമങ്ങളായിരുന്നു. പ്രത്യേകിച്ചും നുഴഞ്ഞു കയറി വന്ന ബംഗ്ലാദേശികളെ ഉപയോഗിച്ചുകൊണ്ട് അവരെ നിരന്തരം ആക്രമണം നടത്തുകയും അവരുടെ സ്ത്രീകളെ പീഡിപ്പിക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടായിരുന്നു. ഷെയ്ഖ് ഷാജഹാൻ്റെയൊക്കെ വാർത്ത തത്വമയി ന്യൂസ് പലതവണ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ചതാണ്. ഞാനൊരു ബംഗ്ലാദേശിയാണ്, ഈ ബംഗ്ലാദേശി ആയതുകൊണ്ട് തന്നെ ഹിന്ദുക്കളെ ആക്രമിക്കുന്നതിന് എനിക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുമില്ല. രാമനവമിയും അതോടൊപ്പം തന്നെ ദുർഗാപൂജയും ഒക്കെ തടസ്സപ്പെടുത്തുന്നതിനും അവരെ അത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിനെ, സാംസ്കാരികമായ കാര്യങ്ങൾ ചെയ്യുന്നതിനെ ആക്രമിക്കുകയും ഒക്കെ ആയിരുന്നു ഇവരെ ഉപയോഗിച്ചുകൊണ്ട് മമതാ ബാനർജി ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ്, അതായത് ഈ മുസ്ലിങ്ങളായിട്ടുള്ള ആൾക്കാർക്ക് പോലും, അവിടുത്തെ തനത് മുസ്ലിങ്ങളായിട്ടുള്ള ആൾക്കാർക്ക് പോലും പ്രത്യേകിച്ച് ഒരു സഹായവും മമതാ ബാനർജിയിൽ നിന്ന് ലഭ്യമാകുകയുണ്ടായില്ല. അവിടുത്തെ ഹിന്ദുക്കളെ ഭീഷണിപ്പെടുത്തുവാൻ വേണ്ടിയിട്ടായിരുന്നു
മുസ്ലിങ്ങളെ പോലും മമതാ ബാനർജി ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ടാണ് മുസ്ലിം പോപ്പുലേഷൻ ഉള്ള ഇടങ്ങളിൽ പോലും മമതാ ബാനർജിയെ പിന്തള്ളിക്കൊണ്ട് BJP അവർ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചത്. ആ രീതിയിൽ പശ്ചിമ ബംഗാളിൽ കാര്യങ്ങൾ മാറുന്നു. സന്ദേശ് ഖലീൽ അടക്കം വലിയ മാറ്റങ്ങളാണ് ഇപ്പോൾ ദൃശ്യമാകുന്നത്. ബംഗാൾ പഴയ സമ്പൽ സമൃദ്ധമായ ബംഗാളിൻ്റെ അവസ്ഥയിലേക്ക് മാറും. അല്ലാതെ 15 വർഷക്കാലം ഇവിടെ ജീവിച്ച ഒരു രീതിയിലായിരിക്കില്ല ഇനി ബംഗാളികൾ ജീവിക്കുവാൻ പോകുന്നത്. ഒരു പക്ഷേ ബംഗ്ലാദേശിൽ ഒരു പ്ലബിസൈറ്റ് നടത്തിയാൽ പോലും ആ ബംഗ്ലാദേശ് മുഴുവനായി ഇപ്പോൾ ഭാരതത്തിലേക്ക് ജോയിൻ ചെയ്യാൻ അവർ ഒരുക്കമാണ് എന്ന തരത്തിലേക്കായിരിക്കും ജനങ്ങളുടെ റിപ്പോർട്ട്. ഈ രീതിയിൽ ഭീകരവാദികളെ ഉപയോഗിച്ചുകൊണ്ട് ബംഗ്ലാദേശിനെ ഉപയോഗിച്ചുകൊണ്ട് ഭാരതത്തിലേക്ക് ആക്രമണം നടത്തുവാനായിരുന്നു പല പദ്ധതികളും അവരിട്ടിരുന്നത്. ജമാഅത്തെ ഇസ്ലാമി അതിനു വേണ്ടിയിട്ട് പല നീക്കങ്ങളും നടത്തി. ജമാഅത്തെ ഇസ്ലാമിയുടെ പല നീക്കങ്ങളും പൊളിഞ്ഞ് പാളീസാകുകയുണ്ടായി. അവരുടെ നേതാവായിട്ടുള്ള മുഹമ്മദ് യൂനസിനെ ഉപയോഗിച്ചുകൊണ്ട് ഗ്രേറ്റർ ബംഗ്ലാദേശ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഭൂപടമൊക്കെ തയ്യാറാക്കിക്കൊണ്ടു. ഭൂപടം ഉണ്ടാക്കി കൊടുത്തതാകട്ടെ തുർക്കിയും പാകിസ്ഥാനും ഒക്കെ ചേർന്ന്. പക്ഷേ ആ തുർക്കിക്കും പാകിസ്ഥാനും ഇപ്പോൾ 8ൻ്റെ പണിയാണ് കിട്ടിയിരിക്കുന്നത്. അതായത് തുർക്കിയുടെ മുഴുവൻ പ്രദേശങ്ങളിൽ, തുർക്കിക്ക് ചുറ്റും ഭാരതം ഇപ്പോൾ വല വിരിച്ചിരിക്കുകയാണ്. ഒരു കൗണ്ടർ എൻസർക്ലിംഗ് പോളിസിയാണ് ഭാരതം ഇപ്പോൾ അവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അസർബൈജാനിലായാലും അർമേനിയയിലായാലും ഒക്കെ ഭാരതമാണ് ആയുധം എത്തിച്ചു കൊടുത്തുകൊണ്ട് തുർക്കിയെ ഒറ്റപ്പെടുത്തി കഴിഞ്ഞു. ഇനി ഇസ്രായേലിൻ്റെ ഓപ്പറേഷൻ കൂടി അവിടെ വരുന്നതോടുകൂടി തുർക്കിക്ക് നല്ല ഒന്നാം തരം പണിയായിരിക്കും. പിന്നെ പാകിസ്ഥാൻ്റെ അവസ്ഥ പറയുകയും വേണ്ട. അവിടുത്തെ ഭീകരവാദികൾ തന്നെ പാകിസ്ഥാനെ ഇപ്പോൾ ആക്രമിക്കും എന്ന നിലയിലാണ്. കാരണം അവർ തന്നെ ഇവിടെ പട്ടിണി കിടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. പശ്ചിമേഷ്യൻ യുദ്ധം എങ്ങനെയെങ്കിലും ഒന്ന് ആ കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കാമെന്ന് വിചാരിച്ചപ്പോൾ അതും തകർന്നടിഞ്ഞു. അങ്ങനെ അടിമുടി ഇപ്പോൾ ഈ രീതിയിൽ ബംഗ്ലാദേശ് ആയിക്കോട്ടെ പാകിസ്ഥാൻ ആയിക്കോട്ടെ എല്ലാം തന്നെ തകർന്നടിഞ്ഞുകൊണ്ട് ഇപ്പോൾ അടിമുടി കഷ്ടത്തിലാണ്. മമതാ ബാനർജിയുടെ കാര്യം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ മമതാ ബാനർജിക്ക് ഇതെല്ലാം കൊണ്ടും കടുത്ത ദുഃഖമുണ്ട്. കാരണം ഇവരുടെയൊക്കെ പിന്തുണയോടുകൂടിയാണ് മമതാ ബാനർജി പശ്ചിമ ബംഗാൾ ഭരിച്ചിരുന്നത്. അപ്പോൾ ഈ ഭീകരവാദികളെല്ലാം തന്നെ ആകെ നാണം കെട്ട് നാറി കുടിയെടുക്കുന്ന ഒരു അവസ്ഥയിലാണ്. ഒരു രീതിയിലും മുന്നോട്ട് പോകാൻ ഈ ഭീകരവാദികൾക്ക് കഴിയുന്നില്ല. മമതാ ബാനർജിയുടെ അനുയായികളായിക്കോട്ടെ സ്വർണവും പണവും ഒക്കെ റെയ്ഡ് ചെയ്ത് നഷ്ടപ്പെടുന്ന അവസ്ഥയാണ്. പല ഗുണ്ടകളും ജീവനോപാധികൾ കണ്ടെത്തുവാൻ വേണ്ടിയിട്ട് ജോലി ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് മാറുന്നു. ബ്രോത്തൽ നടത്തുന്ന ചില TMCക്കാരാണെങ്കിലും അവർക്കും കഷ്ടകാലം തന്നെയാണ്. എന്തായാലും മമതാ ബാനർജിക്ക് ഇപ്പോൾ കിട്ടിയ വെള്ളസാരി നന്നായിട്ട് ഉപയോഗിക്കാം. കാരണം തലയിൽ മൂടി വെച്ചുകൊണ്ട് അവർക്ക് നാട്ടുകാർക്കിടയിലൂടെ നടക്കേണ്ട ഒരു ഗതികേടിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. എന്തായാലും സോണിയാഗാന്ധിയുടെ പിറകിലാണ് ഇപ്പോൾ മമതാ ബാനർജി. എങ്ങനെയെങ്കിലും തങ്ങളെ കൂടി ഇപ്പോൾ കോൺഗ്രസ്സിൽ ഉൾപ്പെടുത്തണം എന്ന രീതിയിലാണ്. എന്തായാലും ഒരുമിച്ച് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ഒരൊറ്റ കോൺഗ്രസ്സിനുള്ളിൽ കിടക്കാം. കാരണം ഇനി കുറച്ച് പേരല്ലേ ഉള്ളൂ. ആ ഒരു അവസ്ഥയിലാണ് ഇന്ത്യയും മുന്നണിയും. എന്തായാലും കൊള്ളാം, വളരെ നല്ല കാര്യം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.